നമസ്കാരം. ഇന്ന് നമ്മൾ സന്ധ്യാവിളക്ക് വയ്ക്കുന്ന രീതിയെക്കുറിച്ചുള്ള ഒരു വിഷയമാണ്. സന്ധ്യാവിളക്ക് എന്ന് പറയുന്നത് 3 ദേവിമാർ ഒരുമിച്ച് വരുന്ന ഒരു സമയമാണ്. സന്ധ്യാവിളക്ക് അസ്തമിച്ച് കഴിഞ്ഞ് ഒരിക്കലും വയ്ക്കരുത്. അസ്തമനത്തിന് മുമ്പേ തളിച്ച് തുടച്ച് വൃത്തിയാക്കി ഉമ്മറം ശുദ്ധമായിരിക്കണമെന്നാണ് പറയുന്നത്. ആ ഉമ്മറത്ത് നിലവിളക്ക് കൊണ്ട് വെറും നിലത്ത് വെക്കാതെ ഒരു ഇല കീറി വെക്കുകയോ അല്ലെങ്കിൽ തളികയിൽ വെക്കുകയോ ചെയ്യണം. ഒരു വശത്ത് ഒരു ചെറിയ കിണ്ടിയിൽ വെള്ളവും മറുവശത്ത് ചന്ദനവും പുഷ്പവും വെക്കണം. ചന്ദനത്തിരി ഇതെല്ലാം വെച്ച് ദേവിമാരെ എതിരേക്കുക എന്നുള്ളതാണ് നമ്മൾ ത്രിസന്ധ്യ വിളക്ക് അല്ലെങ്കിൽ 3 ദേവതാമാരുടെ വിളക്ക് വയ്ക്കുക എന്നുള്ളത്. ഈ 3 ദേവതമാരെയും അനുഗ്രഹിച്ചു വരുന്ന സമയത്ത് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അനാവശ്യമായ വാക്കുകളോ വർത്തമാനങ്ങളോ ഉണ്ടാവരുത്. ആ സമയം സന്ധ്യാ പ്രാർത്ഥനയും നാമജപങ്ങളും 7 വീടിനപ്പുറം കേൾക്കുന്ന തരത്തിൽ ഉച്ചത്തിൽ ചൊല്ലണമെന്നാണ് പഴമക്കാരും പറയുന്നത്. അത് തന്നെയാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. കാരണം ആ ത്രിസന്ധ്യാ സമയം കഴിഞ്ഞാൽ പിന്നെ വിളക്ക് വയ്ക്കുമ്പോൾ അവിടെ ജ്യേഷ്ഠ ഭഗവതി കയറി വരികയും, അതാണ് നമ്മൾ പറയും മൂശേഷ്ഠ സമയമാണ്, മൂശേഷ്ഠയാണ് ഇവിടെ എന്ന് പറയുന്നത്. ജ്യേഷ്ഠാദേവ ഭഗവതി കടന്നു വരുമ്പോൾ ആ വീട്ടിലെ ഐശ്വര്യങ്ങളെല്ലാം തകരുകയും അവിടെ വഴക്കും ബഹളങ്ങളായിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നേരത്തെ തന്നെ വിളക്ക് വയ്ക്കണം. അസ്തമിക്കുന്നതിന് മുമ്പേ ദീപദർശനം വന്നു കഴിഞ്ഞാൽ ത്രിസന്ധ്യ തിളങ്ങി നിൽക്കും. അത് തീർച്ചയായിട്ടും ഓരോ കുടുംബിനുമാര് മനസ്സിലാക്കിയിരിക്കണം. കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ മുത്തശ്ശിമാരുടെ ഒപ്പമൊക്കെ പണ്ട് ചെയ്യുന്ന പോലെ കൊച്ചുകുട്ടികൾ പോലും നാമജപത്തിന് കൃത്യമായിരിക്കണം. ഒരു ഹൈന്ദവ ആചാരങ്ങൾ നമ്മൾ പാലിക്കണം. ഹൈന്ദവ ആചാര രീതി പാലിച്ചു കഴിഞ്ഞാൽ ദേവസാന്നിധ്യം അവിടെ ഉണ്ടാകുകയും ആ കുടുംബം എന്ന് പറയുന്ന കുടുംബം ഇമ്പം തോന്നുന്ന തരത്തിൽ ദേവതാ സങ്കല്പം ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ വളരെ മനോഹരവും ഐശ്വര്യവും ഒക്കെ ആയിട്ട് അവിടെ വിളയാടുകയും ചെയ്യും. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് വരിക. അതുപോലെ അവിടെ കലഹാദികളൊക്കെ മാറിക്കഴിഞ്ഞാൽ തന്നെ ഒരു സന്തോഷമായിരിക്കും. ഇത് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. എല്ലാ ഹൈന്ദവരും തന്നെയല്ല, എല്ലാ ജനാദികളും ആ ത്രിസന്ധ്യ സമയത്ത് മറ്റൊന്നിലേക്കും പോകാതെ, അതായത് ഈ മൊബൈൽ കാണാതെയും TV കാണാതെയൊക്കെ കുറച്ച് സമയത്ത് ഇരുന്ന് നമ്മൾ നാമം ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ചൈതന്യം അവിടെ ഉണ്ടാകും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കപ്പെടുകയും ചെയ്യും. ക്ഷേത്രം എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെ ക്ഷയിച്ചു പോയ അവസ്ഥയെ നമ്മൾ ത്രയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതാണ് ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് തന്നെയാണ്. അപ്പൊ ആ വീട്ടിൽ ക്ഷയിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാനുള്ള കാരണം അവിടുത്തെ ഗൃഹനാഥനും ഗൃഹനാഥയും അവിടെയുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഒരു കാരണവശാലും ആ ഗൃഹനാഥനും ഗൃഹനാഥയും കൃത്യം സന്ധ്യയ്ക്ക് കുളിച്ച് വൃത്തിയായി വന്ന്, അല്ലെങ്കിൽ നമ്മൾ ദേഹങ്ങളും കഴുകി ശുദ്ധമാക്കി വന്ന് വിളക്ക് വെച്ച് അല്പം നേരം പ്രാർത്ഥിക്കുന്നതല്ലാണ് ഏറ്റവും നല്ലത്. ദേവി മഹാരിമോ അല്ലെങ്കിൽ ലളിത സഹസ്രനാമമൊക്കെ ജപിക്കുക, നാരായണ മന്ത്രം ജപിക്കുക, ശിവമന്ത്രം ജപിക്കുക. ഇതെല്ലാം പാലിച്ചില്ലെങ്കിൽ ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ നാരായണ നാരായണ എന്ന നാമം ജപിച്ചാൽ തന്നെ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്ന കാര്യം നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും. നിങ്ങൾ ഒരുപാട് പൂജാകർമ്മങ്ങളിലേക്കൊന്നും പോകാതെ നിങ്ങൾക്ക് ഇത് ലഭിക്കുമെന്നുള്ള കാര്യം വിശ്വാസത്തോടെ നിങ്ങൾ ജപിക്കുക. നല്ല ദൈവം. നമസ്കാരം.